എൻ്റെ പേര് ഡയാന. ഞാൻ കോതമംഗലത്തു നിന്നാണ് വരുന്നത്. 2023 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ആ ടൈമിൽ ഞാൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ജർമ്മൻ പഠിച്ച് ഒരു എക്സാമിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുമായിരുന്നു. എല്ലാവരെ പോലെ എൻ്റെ കാര്യങ്ങൾ മാത്രം നടന്ന്, അല്ലെങ്കിൽ നമുക്ക് മനുഷ്യനുള്ളൊരു ഇതുണ്ടല്ലോ, സ്വന്തം കാര്യം മാത്രം നേടിയെടുക്കുക എന്നുള്ളൊരു സംഭവത്തിൽ മാത്രമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് എനിക്ക് ഇന്ന എക്സാം പാസ്സാക്കി തരണം എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അല്ലാതെ മാതാവിനെയോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് മാത്രം മുൻഗണന കൊടുത്ത് ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം ഞാൻ എക്സാം എഴുതാൻ പോയി. എനിക്ക് ഒരു മൊഡ്യൂളും കൂടി എക്സ്ട്രാ കിട്ടി. പക്ഷേ അതുകൊണ്ട് ആ ഒരു ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഫിനാൻഷ്യൽ ക്രൈസിസ്, ഒരുപാട് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനതൊന്നും കാര്യമാക്കാതെ ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്കത് ഒന്നും സെറ്റായില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങളായിട്ട് തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്കാവുന്നില്ല, എനിക്ക് ഉടമ്പടി എടുത്തിട്ട് ഉപകാരമില്ല എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു തുടങ്ങി. അതിനുശേഷം ആദ്യത്തെ ഉടമ്പടി ഞാൻ എങ്ങനെയോ പൂർത്തിയാക്കി. പക്ഷേ എൻ്റെ ഭർത്താവിന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് രണ്ടാമത് പോയി ഉടമ്പടി എടുക്കാം. അത് ഞാൻ താല്പര്യമില്ലാതെയാണ് വന്നെടുത്തത്. താല്പര്യമില്ലാതെ എടുത്ത് ഞാൻ ആ ഒരു ഉടമ്പടി ക്ലിയറായിട്ട കാര്യങ്ങളൊന്നും തന്നെ ചെയ്തില്ല. പക്ഷേ ആ 90 ദിവസമാണെങ്കിലും എൻ്റെ കൂടെ കാവലായിട്ടും കരുതലായിട്ടും അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനതൊന്നും കണ്ടില്ല എന്ന് വെക്കുമായിരുന്നു ആദ്യം ചെയ്തത്. അതിനുശേഷം ഞാൻ പിന്നെ ഉടമ്പടിയൊന്നും കാര്യങ്ങൾ എടുക്കാതെ കുറച്ച് നാളുകളിൽ ഒന്നും ചെയ്യാതിരുന്നു. അതിനുശേഷം ആ ടൈം വരെ എനിക്ക് വേണ്ടിയിട്ടും മറയായി പിടിച്ച മാതാവ് എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ എനിക്ക് തിരിച്ചു വരാൻ തുടങ്ങി. എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, എനിക്ക് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ, എനിക്ക് രാത്രിയൊക്കെ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടാക്കിയിട്ട് ഉറങ്ങാത്ത ഒരുപാട് ദിവസങ്ങൾ, ഇതൊക്കെ എനിക്ക് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പോഴാണ് ഹസ്ബൻഡ് പറയണത്, നമുക്ക് പോയി ഉടമ്പടി എടുക്കാം എന്ന് പറയണത്. എന്നിട്ട് ഞാൻ രാത്രിയൊന്നും ഉറക്കമില്ലാതെ ഞാൻ തൈലവും തേച്ച് അതുപോലെ തന്നെ തേനൊക്കെ കഴിച്ച് ഞാൻ കിടന്ന് ഉറങ്ങണേ. അതിനുശേഷം പിറ്റേ ദിവസം ഞാൻ രാവിലെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്നുള്ളൊരു ചിന്ത വന്നു. പക്ഷേ മാതാവ് വിചാരിച്ചാൽ മാത്രമേ നമുക്കിവിടെ വന്ന് നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെ നമ്മൾ വിചാരിച്ചാൽ മാത്രം പറ്റത്തില്ല. പക്ഷേ എൻ്റെ വീട് തൊട്ട് ഇവിടം വരെ എനിക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകൾ ചെറുതൊന്നും ആയിരുന്നില്ല. എൻ്റെ വീട് കോതമംഗലമാണ്. കോതമംഗലം ടു ആലപ്പുഴ ഏകദേശം 5 മണിക്കൂർ യാത്രയുണ്ട്. ഞാൻ അവിടം തൊട്ട് ഇവിടം വരെ ഛർദിയായിരുന്നു. അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടായ കാര്യങ്ങളിലൂടെ വന്ന് ഞാനിവിടെ 3ാമത്തെ ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിൽ നിന്ന് എൻ്റെ ജീവിതം മാറ്റിയത് ചെറിയൊരു ചേഞ്ച് ആയിരുന്നില്ല. കാരണം ആ ഉടമ്പടി ഞാൻ ഇപ്പോഴും പറയണത്, ഞാൻ വളരെ നന്നായിട്ട് എടുത്തൊരു ഉടമ്പടിയാണ് 3ാമത്തെ ഉടമ്പടി. കാരണം അത്രയും നന്നായി പ്രാർത്ഥിച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ മാതാവിനെ മധ്യസ്ഥ നിർത്തി ഓരോരോ കാര്യങ്ങൾ എനിക്ക് ഭക്ഷണം തരണതിനോട് പോലും എനിക്ക് നന്ദി പറഞ്ഞ് ഞാൻ നന്ദികേട് പറയൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും മനുഷ്യന്മാർക്കുള്ളൊരു പ്രശ്നമാണ്, നമ്മൾ നന്ദികേട് പറയും. എനിക്ക് ഇന്നത് തന്നില്ല എന്ന് പറഞ്ഞ് നന്ദികേട് പറയും. പക്ഷെ നമ്മൾ ഒരിക്കലും നന്ദി പറയൂല. ഇന്നത് നമുക്ക് കിട്ടി എന്നുള്ള രീതിക്ക് നന്ദി ഒന്നും പറയില്ലായിരുന്നു. പക്ഷെ അന്ന് തൊട്ട് ഞാൻ എൻ്റെ ദൈവത്തിനോട് നന്ദി പറയാൻ തുടങ്ങി. എനിക്ക് മാതാവിനോട് ഞാൻ നന്ദി പറയാൻ തുടങ്ങി, ദൈവത്തിനോട് ഞാൻ നന്ദി പറയാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ മറഞ്ഞു പോയെന്നാണ് പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് എത്രയും നാൾ എനിക്കുണ്ടായിരുന്ന ശ്വാസം മുട്ട്, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാണാണ്ടായി. അതിനുശേഷം കണ്ടിന്യൂ എനിക്ക് വിശ്വാസം ഉറക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയാലാണ് നമ്മുടെ വിശ്വാസങ്ങൾ ഉറക്കുകയുള്ളൂ. അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ നടന്നത്. കാരണം നമുക്ക് ചുമ്മാ കിട്ടിക്കഴിഞ്ഞതിന് വില ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് നേടുമ്പോൾ നമുക്ക് കിട്ടുന്ന വില അത് ചെറുതല്ല. അതെനിക്ക് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ നമുക്കത് കിട്ടുമ്പോൾ നമുക്കതിന് ഭയങ്കര മൂല്യം ഉണ്ടാവും. അങ്ങനെയായിരുന്നു എൻ്റെ വിശ്വാസം എനിക്ക് കിട്ടിയത്. ഞാനൊരു വിശ്വാസി ആയിരുന്നില്ല, പക്ഷേ ഇപ്പം എനിക്ക് പറയാം ഞാനൊരു പൂർണ്ണ വിശ്വാസിയാണ്. കാരണം ഞാൻ അത്രയും പരീക്ഷണങ്ങളിലൂടെ നടന്നിട്ടുണ്ട്, അത്രയും കാര്യങ്ങൾ എനിക്ക് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു പ്രശ്നത്തിൽ എനിക്കറിയില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു ദൈവം അയക്കണ ദൂതനെ പോലെ ആരെങ്കിലുമൊക്കെ വന്നു നിൽക്കും എനിക്ക് രക്ഷകനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട്. എനിക്കത് മറക്കാൻ പറ്റാത്ത പല പല കാര്യങ്ങളുണ്ട്. ജർമ്മൻ പഠിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞല്ലോ. ഈ ജർമ്മൻ പഠിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഫിനാൻഷ്യലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ദൈവത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജർമ്മൻ പഠിക്കുന്ന ടൈമിൽ എനിക്ക് എമൗണ്ട് കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല,
എനിക്കിത് പോകാൻ നേരത്ത് അങ്ങ് എനിക്ക് എമൗണ്ട് തരണം, എനിക്ക് എൻ്റെ ഒരു സ്ഥലമോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് വെക്കാനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, നീ എനിക്കൊരു എമൗണ്ട് തരണം, എനിക്ക് പോകാൻ നേരത്തെ എനിക്ക് പോകാനുള്ള പൈസ തരണം, എനിക്ക് നീ തരുമെന്ന് എനിക്കറിയാം എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലോൺ വെച്ചത് ഒരു സെൻറ്റ് സ്ഥലമോ അല്ലെങ്കിൽ ഒന്നിൻ്റെയും ഈടില്ലാതെ എനിക്ക് ലോൺ പാസ്സായി. അത് ചെറിയൊരു കാര്യമായിരുന്നു, കാരണം ഒരുപാട് ആൾക്കാർ സ്ഥലവും കാര്യങ്ങളും വെച്ചിട്ട് പോലും കിട്ടാത്തൊരു ലോൺ എനിക്ക് ഒന്നിൻ്റെയും ബേസിലില്ലാതെ എനിക്ക് ലോൺ കിട്ടി. പിന്നെ അതുകൂടാതെ ഞാൻ പ്രോസസ്സിങ്, അതുപോലെ തന്നെ ഞാൻ പഠിച്ചതിൽ നിന്ന് തന്നെ എനിക്കൊരു വരുമാനം കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം എനിക്ക് സ്വന്തമായിട്ട് പൈസ ചിലവാതെ അല്ലെങ്കിൽ ചിലവാക്കാതെ കയറിപ്പോവുക, അല്ലെങ്കിൽ ലോണാണെങ്കിലും അത് കടമാണല്ലോ, അതൊന്നും എടുക്കാതെ എനിക്ക് കയറിപ്പോകാൻ പറ്റണേ എന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ പ്രോസസ്സിങ് ചെറുതായിട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ പ്രോസസ്സിങ് ചെയ്ത് എനിക്ക് ഫിനാൻഷ്യലൊന്ന് സെറ്റായി തുടങ്ങി. പക്ഷേ എന്നാൽ പോലും എൻ്റെ ഒരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഞാൻ പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ പോലും എനിക്ക് പറ്റണില്ല, എനിക്ക് പ്രോസസ്സിങ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കാര്യത്തിൽ പ്രോസസ്സിങ് എനിക്ക് പറ്റണില്ല. ഞാനൊരു 4 വർഷത്തോളമായി ഇപ്പോൾ ചർമ്മം പഠിക്കണം. അതിനുശേഷം ഞാൻ മാരീഡാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ പാസ്പോർട്ടിൽ സ്പൗസിൻ്റെ നെയിമുണ്ട്. അപ്പം ഞാൻ വെക്കാൻ ഉദ്ദേശിച്ച പ്രോഗ്രാമിന് സ്പൗസ് നെയിം ആണെങ്കിൽ റിജക്ഷൻ കിട്ടും. അത് പലരും പറയുന്നത് 100% റിജക്ഷൻ ചാൻസ് ഉണ്ട്, ചിലർക്ക് കിട്ടിയാൽ കിട്ടി എന്നുള്ളതായിരുന്നു. എന്നാൽ പോലും എനിക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും തന്നെ ശരിയാവുന്നില്ലായിരുന്നു. അതിനുശേഷം ആ ടൈമിലാണ് ഞാൻ അതുവരെ എനിക്ക് അമ്മ മാതാവിനോടായിരുന്നു കണക്ഷൻ ഉണ്ടായിരുന്നത്. ആ ടൈമിൽ എനിക്ക് ഒരുപാട് ഇൻ്റർവ്യൂ ഒന്നും ഞാനത് എനിക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് 50 നോമ്പിൻ്റെ സമയത്ത് ഞാൻ അവിടെ അടുത്തൊരു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. അപ്പം അവിടെ ഈശോനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ അതുവരെ എനിക്ക് ഈശോനോട് ഞാൻ മധ്യസ്ഥ വയ്ക്കാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഈശോനോടൊരു കണക്ഷനും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ചെന്ന് ഈശോനോട് പറഞ്ഞു, എൻ്റെ ഈശോയെ എനിക്കിങ്ങനെയൊന്നും ഇൻ്റർവ്യൂ ഒന്നും ശരിയാവണില്ല, നീ എനിക്ക് വേണ്ടിയിട്ടൊന്ന് മധ്യസ്ഥ ദൈവം തമ്പുരാനാണ്, നീ ഒന്ന് ചെയ്ത് താട്ടെ എന്ന് പറയുവാണ്. ഞാൻ എന്നിട്ട് പറഞ്ഞു, എനിക്ക് 11-ാം തീയതിയാണ് VFS ഡേറ്റ് ഞാൻ എടുത്തേക്കുന്നത്, എനിക്ക് 11-ാം തീയതി വെക്കണം. ഞാൻ പറയുന്നത് 8-ാം തീയതിയാണ്. എന്നിട്ട് പിറ്റേ ദിവസം അന്ന് എനിക്ക് വൈകുന്നേരം എനിക്ക് മെയിൽ വന്നേക്കാണ്, എനിക്ക് ഇങ്ങനെ ഒരു സ്കൂളിൽ നിന്ന് ഇങ്ങനെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവർ അറ്റൻഡ് ചെയ്ത് അരമണിക്കൂറിനുള്ളിൽ കഴിഞ്ഞ് പറഞ്ഞു അവർക്ക് ഓക്കെ ആണെന്ന്. ഓക്കെ ആയി കഴിഞ്ഞപ്പോഴും ഞാൻ അന്ന് വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ വന്നിട്ട് പറഞ്ഞു, എനിക്കത് ഓക്കെ ആയി, കുഴപ്പമില്ല, 11-ാം തീയതി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് പിന്നെ വെച്ചാൽ കുഴപ്പമില്ല, എനിക്ക് മെയ് ലാസ്റ്റിലേക്കാണ് പോണത്, അപ്പം അതുകൊണ്ട് എനിക്കത് കുഴപ്പമില്ല, ഞാൻ അടുത്ത മാസം VFS ഒന്നും കൂടി എടുത്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് വൈകുന്നേരം എനിക്ക് മെയിൽ വന്നേക്കാണ്, കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ അന്ന് 11-ാം തീയതി വെച്ചോ എന്നുള്ള രീതിക്ക് എനിക്ക് കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ അന്ന് എനിക്ക് കിട്ടി. ഞാൻ അന്ന് 11-ാം തീയതി തന്നെ കൊണ്ടുപോയി VFS വെച്ചു. പക്ഷെ എന്നാൽ പോലും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നത്, ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് മാരീഡ് ആയതുകൊണ്ട് സ്പൗസ് നെയിമും പാസ്പോർട്ടിലുള്ളത് കൊണ്ട് നിനക്ക് റിജക്ഷൻ വരും എന്ന് പലരും പറഞ്ഞു. പലരും 100% റിജക്ഷൻ വരും എന്ന് പറഞ്ഞു, ചിലർ 90% പറഞ്ഞു, ഒരു 1% ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈശോനോട് പറഞ്ഞു, എനിക്കിത് നീ തരണം, കാരണം ഞാൻ ഒരുപാട് വേദനകൾ സഹിച്ചേക്കണെയാണ്, എനിക്കിത് കിട്ടിയാലാണ് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു തുടക്കം എനിക്ക് ആവാൻ പറ്റുള്ളൂ, ഞാൻ ഒരുപാട് കഷ്ടപ്പാടെന്ന് പറഞ്ഞാണ്, എനിക്ക് നീ തരണം, എനിക്ക് വാശി പിടിക്കുമെന്ന് ഞാൻ ചെയ്ത്, എനിക്ക് തരണം. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ വന്ന് ഈ പള്ളി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെയുള്ളൊരു പള്ളിയിൽ നിന്നിട്ട് വന്ന് തുറക്കും, ഞാൻ പാസ്പോർട്ട് കയറ്റി കഴിയുമ്പോൾ ഇവിടെ വന്നാണ് തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് എനിക്ക് പാസ്പോർട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരായിരുന്നു വെച്ചപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പാസ്പോർട്ട് വന്നു, പാസ്പോർട്ട് കിട്ടി, ഞാൻ പള്ളിയിൽ വന്ന് തുറക്കുകയാണ്. തുറന്നപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് കിട്ടും, എൻ്റെ ദൈവം എന്നെ കൈവിടില്ല എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് വിശ്വാസമുണ്ട്. പക്ഷേ എന്നാൽ പോലും മറ്റുള്ളവർ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ കോൺഫിഡൻ്റായിട്ട് റിജക്ഷൻ കിട്ടിയെന്ന് പറയുമ്പം നമുക്കൊരു ടെൻഷനുണ്ട്. ഞാൻ എന്നിട്ടും തുറക്കുവാണ്. എന്നിട്ട് ഞാൻ പാസ്പോർട്ട് തുറന്നപ്പോഴാണ് വിസ അടിച്ചതിൻ്റെ അകത്ത്, ഞാനത് ഇവിടെ ഇരുന്ന് തുറന്ന പേജ് വിസ അടിച്ച് വന്നേക്കണ പേജാണ്. ഞാൻ സത്യം പറഞ്ഞ് ഞാൻ അവിടെ ഒന്ന് കരഞ്ഞു, കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ അതൊരു 90% റിജക്ഷൻ ചാൻസ് ഉള്ള വിസ എനിക്കത് പൊന്നുതമ്പുരാൻ്റെ മധ്യസ്ഥതയിൽ എനിക്ക് കിട്ടിയേക്കണെയാണ്. അപ്പം ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്. അമ്മ ഇവിടെ വന്ന അമ്മ മാധവൻ്റെ മധ്യസ്ഥയിലാണ് എനിക്ക് പല കാര്യങ്ങളും നടന്നേക്കണം. അതുപോലെ തന്നെ എൻ്റെ ഈശോൻ്റെ മധ്യസ്ഥയിലാണ് എനിക്ക് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് രണ്ടുപേരോടും ഒരുപാട് നന്ദിയുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എനിക്ക് പത്രമൊക്കെ കൊടുക്കാൻ എല്ലാവരും ഭയങ്കര മടിയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാണക്കേട്, ഞങ്ങളുടെ അവിടെയുള്ള ആൾക്കാർ കാണുമല്ലോ, ഇവിടെയുള്ള ആൾക്കാർ കാണുമല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ
ഈ മൂന്നാമത്തെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആ ചിന്ത ഇങ്ങ് മാറി. ആര് കണ്ടാലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും വിശ്വാസിയാണ്, ഞാൻ വിശ്വാസി ആയതുകൊണ്ടാണ് ഞാൻ കൊടുക്കും, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എനിക്ക് ഫിനാൻഷ്യലി ഞാൻ സെറ്റല്ലാത്ത സമയത്ത് ഞാൻ ഫുഡൊക്കെ ഞങ്ങൾ സിറ്റിയിലേക്ക് പോകുമ്പോൾ പൊതിച്ചോറൊക്കെ കെട്ടി ഒരു രണ്ടോ മൂന്നോ പൊതിച്ചോറൊക്കെ കെട്ടിക്കൊണ്ട് പോകും. അർഹതയുള്ളവരെ എത്തിക്കണേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് കെട്ടുന്നത്. എന്നിട്ട് ഞാൻ ആൾക്കാർക്ക് കൊടുക്കും. പക്ഷേ ഫിനാൻഷ്യൽ ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ ഒരു 60-70 പേരുണ്ട്, അവിടേക്ക് 2 പ്രാവശ്യം ഫുഡ് കൊടുത്തു. അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്തൊരു സിസ്റ്റർ നടത്തുന്ന ഒരു ഓൾഡ് ഏജ് ഹോം പോലെയുണ്ട്, അവിടെ ഒരു 2 പ്രാവശ്യം, ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നു കൊടുത്തത് 1 പ്രാവശ്യം, പിന്നെ അതിന് മുന്നും കൊടുത്തു. ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നടത്തി തന്നതിനും എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് വേണ്ടി മധ്യസ്ഥ പറഞ്ഞതിനും എൻ്റെ പൊന്നുനമ്പരാനും എൻ്റെ അമ്മ മാതാവിനും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 35-ാം അധ്യായം 10-ാം തിരുവചനം. കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാപനത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും. നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും. അവർ സന്തോഷിച്ചുല്ലസിക്കും. ദുഃഖവും നെടുവീർപ്പും അകന്നു പോകും. ഡയാന തൻ്റെ കുടുംബത്തോടൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റു പറയുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഉടമ്പടി ജീവിച്ച് പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി ഈശോ ചെയ്ത വലിയ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറയാനാണ്. ജീവിതത്തിൽ നിന്ന് എല്ലാ നെഗേഷൻ പോയിൻറ്റും ആറ്റിറ്റ്യൂഡും എടുത്തു മാറ്റി വളരെ വിശുദ്ധിയോടുകൂടി വളരെ നന്ദി നിറഞ്ഞൊരു ഹൃദയത്തോടുകൂടി ജീവിക്കുവാനുള്ള കൃപ ലഭിച്ചതിനാണ് ഡയാന ഇവിടെ നന്ദി പറയുന്നത്. എൻ്റെ ഏറ്റവും നല്ല കുടുംബമായി സ്നേഹത്തോടും സൗമ്യതയോടും സന്തോഷത്തോടും വളരെ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു വലിയ ജീവിതം മുന്നോട്ട് വയ്ക്കാൻ ഈ ഉടമ്പടി ഡയാനയെയും കുടുംബത്തെയും സഹായിച്ചു എന്നാണ് ഏറ്റുപറയുന്നത്. 4 ലക്ഷം രൂപ ലോൺ കിട്ടാനായിട്ട് ഈ മകൾക്ക് യാതൊരു യോഗ്യതയുമില്ല. അതുകൊണ്ടാണ് ഈ സാക്ഷ്യം ഒരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിലാണ് ഏറ്റുപറയാൻ സാധിക്കുന്നതെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. 1 സെൻറ്റ് സ്ഥലത്തിൻ്റെ പോലും യോഗ്യതയോടുകൂടി ഒരു സിവിൽ സ്കോർ ഇല്ലാത്ത മകൾക്കാണ് 4 ലക്ഷം രൂപയുടെ ഒരു ലോൺ കൊടുക്കാനായി ഒരു ബാങ്ക് ഉണ്ടായി എന്നുള്ളതാണ്. ഏതൊരു ഗവൺമെൻറ് നിയമങ്ങളായാലും ഏതൊരു രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളായാലും ഈശോ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കുന്ന ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം 3-ാമത്തെ ഉടമ്പടി പുതുക്കിയതോടുകൂടി 3-ാമത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ അതൊരു 9 മാസക്കാലമായി കണ്ടിന്യൂസ് ആയി ഈശോയെ സ്നേഹിക്കുന്ന, ഈശോയെ ശുശ്രൂഷിക്കുന്ന, ഈശോയെ ചെന്ന് കാണുന്ന ഒരു പ്രാർത്ഥനാ രീതി കണ്ടിന്യൂ ചെയ്തപ്പോഴാണ് ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള വലിയ ഗാഢമായ ബന്ധം അവിടെ വരികയും ഇനി എനിക്ക് ഒന്നിനെക്കുറിച്ചും നാണിക്കേണ്ട ആവശ്യമില്ല. വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുമ്പോൾ അവൾ പറയുന്നത് അങ്ങനെയാണ്, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കുന്നില്ല, ഞാൻ എൻ്റെ ഈശോയുടെ തിരുമുഖത്തിലെ രക്തക്കറകളാണ് ഈശോയ്ക്ക് ഒരു ആശ്വാസം നൽകലാണ്, ഈശോയെക്കുറിച്ച് പറയലാണ്. അവിടെ വെറോനിക്ക തന്നെ പറയുന്നു, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. ഉടമ്പടി അതാണ്. ഈശോയും പരിശുദ്ധാമ്മയുമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിൻ്റെയും അവരുടെ കമ്മ്യൂണിക്കേഷൻ്റെയും തോത് വർദ്ധിക്കുന്നതാണ് ഈ ഉടമ്പടിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ കർത്താവിന് വേണ്ടി ഏതൊരറ്റം വരെ പോകാനും ആരോട് എന്തും പറയുവാനുമുള്ള ഒരു ആത്മധൈര്യവും ആത്മീയ അധികാരവും ഇന്ന് ഈ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ഒരു വിസ ലഭിക്കുക എന്നുള്ളതൊരു സെക്കൻഡറിയാണ്. പക്ഷേ ഈശോയോട് സംസാരിക്കുവാനും ഈശോയെ സ്വന്തമാക്കുവാനും സാധിക്കും. ദൈവത്തോടു കൂടി ജീവിക്കുക എന്നുള്ളത് ജോസഫ് അച്ഛൻ്റെ ഭാഷയിൽ അതൊരു തീരുമാനമാണ്. ഒരു ഉറച്ച തീരുമാനത്തിലേക്കാണ് ഇന്ന് ഇവർ കടന്നുവെത്തിയിരിക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും ദൈവം അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് നാം തിരുവചനത്തിൽ വായിച്ചെടുക്കുന്നുണ്ട്. അത് ചിലർക്ക് വലിയ ആത്മബന്ധത്തിൻ്റെ അടയാളങ്ങളായിട്ടാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉടമ്പടി കർത്താവിനെ കൂട്ടിച്ചേർത്ത് ചെയ്യുന്ന ഒരു ജീവിത രീതിയാണ്. ഇന്ന് ഡയാന ഏതൊരു ജർമ്മനിയിലേക്ക് പോയാലും മറ്റേതൊരു സ്ഥലത്തേക്ക് പോയാലും എൻ്റെ വിഷയമല്ല, അല്ലെങ്കിൽ എൻ്റെ ജോലിയല്ല, എൻ്റെ കുടുംബമല്ല എനിക്ക് ഇമ്പോർട്ടൻസ്, എനിക്ക് എൻ്റെ കർത്താവാണ്. അതുതന്നെയാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. പരിശുദ്ധ അമ്മ സമയച്ചുരുക്കത്തിന്മേൽ അധികാരമുള്ള അമ്മയാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. വെറോനിക്ക ചെയ്തതും അത് തന്നെയാണ്. നമ്മൾ സുവിശേഷത്തിലൂടെ മഗ്ദലന മറിയം ചെയ്യുന്നത് അത് തന്നെയാണ്. അവൾക്കൊരു പരസ്യമായി പബ്ലിക്കലി ഈശോയുടെ കാല് തുടയ്ക്കുവാനും കണ്ണുനീർ കൊണ്ട് അവളുടെ കാല് തുടയ്ക്കുവാനും അതുപോലെ ആ മുടി തുടച്ചെടുക്കുവാനുമുള്ളൊന്നും അവൾക്കൊരു നാണക്കേട് തോന്നില്ല. കാരണം ഈശോയുമായി എത്രമാത്രം അഗാധമായ ഒരു ബന്ധം അവൾക്ക് വന്നു കഴിഞ്ഞു.
നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് അതിൻ്റെ മാധുര്യം നമ്മൾ അനുഭവിക്കുന്നതെന്ന് ഡയാനയും ഇപ്പോൾ തൊട്ടറിഞ്ഞിരിക്കുകയാണ്. ഈശോയെ സ്പർശിച്ചവരെല്ലാം മറ്റുള്ളവരെ സ്പർശിക്കുവാനും സ്നേഹിക്കുവാനും ദൈവാനുഭവത്തിൽ വളരാനും ദൈവസ്നേഹം പകർന്നു കൊടുക്കാനുള്ള ഒരു കൃപ ലഭിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഡയാനയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.